ഏഷ്യയിലെ ഏറ്റവും വലിയ സുവിശേഷാധിഷ്ഠിത കൂടിവരവായ 131ാമത് മാരാമൺ കൺവെൻഷന് പമ്പ നദീതീരത്ത് തുടക്കമായി. മലങ്കര മാർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സമർപ്പിച്ച ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി നടപ്പാക്കണമെന്ന് മാർത്തോമാ സഭ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറോ വചന സന്ദേശം നൽകി. വിവിധ ദിവസങ്ങളിലെ യോഗങ്ങളിൽ സഹോദരി സഭകളിലെ ബിഷപ്പുമാരും പ്രഭാഷകരും നേതൃത്വം നൽകും. രാവിലെ 7:30 ബൈബിൾ ക്ലാസും 10 പൊതുയോഗവും ഉണ്ടാകും. സായാഹ്ന യോഗങ്ങൾ വൈകുന്നേരം 6 ആരംഭിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 2:30 കുടുംബവേദി യോഗങ്ങളും ക്രമീകരിക്കും. കുടുംബവേദി യോഗങ്ങളിൽ ഡോക്ടർ ജിറ്റി ജോർജ്, ഫാദർ എഡ്വേർഡ് ജോർജ് എന്നിവർ പ്രസംഗിക്കും. ബുധനാഴ്ച രാവിലെ 10 ചേരുന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ മുഖ്യ സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 2:30 ചേരുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരായ യോഗത്തിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 4 പന്തലിൽ ഒരുക്കുന്ന യുവവേദി യോഗങ്ങളിൽ ഫാദർ അലക്സാണ്ടർ കുര്യൻ, ജോസ് പനച്ചിപ്പുറം, ഡോക്ടർ യശ്വിൻ കെ തോമസ് എന്നിവരും പ്രസംഗിക്കും. 8 നാൾ നീളുന്ന വചനപ്രഘോഷം 15 സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രസംഗിക്കും. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകും.